നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രിഞ്ചോൾ കൊണ്ടൊരു സ്പെഷ്യൽ റൈസാണ്. സോ അതിനിപ്പം നമ്മൾ എടുക്കുന്നത് കടലപ്പരിപ്പ് 2 സ്പൂൺ, ഇഡ്ഡലിയുടെ ഉഴുന്ന് ഒരു 1.5 സ്പൂൺ, മുളക് പൊടി 1.5 സ്പൂൺ, ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, കറുവാപ്പട്ടയുടെ 2 പീസ്, ഏലക്ക ഒരു 2 പീസ്, എള്ള് ഒരു 1/2 സ്പൂൺ. നമുക്കിപ്പോൾ ഈ എടുത്ത എല്ലാം ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. ഇത് പൊടിച്ചെടുക്കാനുള്ള ഐറ്റംസ് ആണ്. എന്നിട്ട് ഞാൻ എന്നും പറയുന്നത് പോലെ പൊന്നി റൈസാണ്, പച്ചരി കുഞ്ഞരിയാണ് എടുക്കുന്നത്. അപ്പം അതൊരു ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വേവിച്ച് അതൊരു പ്ലേറ്റിനകത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചോറ് മാറ്റി വെച്ചതിന് ശേഷം ഇനി ഒരു പ്ലേറ്റിൽ കടലപ്പരിപ്പ് ഒരു 1/4 സ്പൂൺ, ഉണക്കമുളക് ഒരു 4-5 പീസ്, ഉഴുന്ന് പരിപ്പ് ഒരു 1/4 സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഒരു സവാള. സവാള നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. നമുക്ക് മെയിനായിട്ട് വേണ്ട ബ്രിഞ്ചാൾ, അതായത് വഴുതനങ്ങ, അത് നമുക്ക് ഒരു 3 എണ്ണം, അതായത് ഒരു 200 ഗ്രാം കഴുകി ഈ ഒരു രീതിയിൽ അരിഞ്ഞു മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടതാണ് വാളംപുളി. അതിന് നമുക്ക് 1 സ്പൂൺ നീര് വേണം. പിന്നെ നമുക്കൊരു പാൻ വേണം. അതിനകത്ത് കുറച്ച് 1 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ആദ്യം മാറ്റി വെച്ച ആ ഒരു ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും കറുവാപ്പട്ട ഏലക്ക ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ അതൊന്ന് ബ്രൗണിഷ് കളറായി വരുമ്പോഴത്തേക്ക്, ഒത്തിരി ഡാർക്ക് ആവരുത്, ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റേ ആ മുളക് പൊടിയും ഉലുവാപ്പൊടിയും എല്ലാം കൂടെ ചേർത്ത് കൊടുത്ത് എള്ളും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് അതും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതൊത്തിരി ഡാർക്കാകാൻ വെക്കരുത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉടനെ അതൊത്തിരി ഡാർക്കാകാതെ നമുക്കൊരു ജാറിനകത്തോട്ട് മാറ്റി ഇതൊന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തതിന് ശേഷം നമുക്കിതെല്ലാം മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് പിന്നെയും ഒരു പാൻ എടുക്കണം. അതൊന്ന് ഹീറ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 5 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ അതെടുക്കാം. അങ്ങനെ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് മുമ്പേ വെച്ച കടലപ്പരിപ്പും ഉണക്കമുളകും ഉഴുന്ന പരിപ്പും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് സെറ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആ വഴുതനങ്ങ വന്നിട്ട് അതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് വേകാൻ വേണ്ടി നമുക്കതൊരു അടുപ്പ് വെച്ച് മൂടി ഇത്തിരി നേരത്തേക്ക് വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ എടുത്ത് മാറ്റി വെച്ച വാളംപുളിയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കത് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ മുമ്പേ പൊടിച്ച് മാറ്റി വെച്ച ആ ഒരു പൊടി ഇതിനകത്ത് ചേർത്ത് മിക്സാക്കി ഒന്ന് എടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മിക്സാക്കാം. അതെല്ലാം മിക്സായി വന്നതിന് ശേഷം നമ്മൾ മുമ്പേ മാറ്റി വെച്ച ആ ഒരു ചോറ് എടുത്ത് ഇതിനകത്തിട്ട് ഇത് മൊത്തത്തിൽ ആ ഒരു മസാലയും ചോറും എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രിഞ്ചാൾ റൈസ് ഇവിടെ സെറ്റാവും. സോ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. സോ താങ്ക് യു സോ മച്ച്. ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.